നമസ്കാരം. അപ്പോൾ നമ്മൾ തൃശ്ശൂരാണ് ഇപ്പോഴുള്ളത്. തൃശ്ശൂർ എത്തുന്ന എല്ലാവരും ആദ്യം അന്വേഷിക്കുന്ന ഒരു രുചി അശ്വതി ഹോട്ട് ചിപ്സിൻ്റെ ഇളവരശിയെ ആണ്. ഇളവരശി ഉണ്ടാക്കുന്ന വിഭവങ്ങൾ അവരുടെ കടയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കുറേയേറെ വിഭവങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. ഇളവരശി മാഡം ഉണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സംസാരം ടി വിക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് നമുക്ക് അന്വേഷിക്കണം. എത്രയൊക്കെ വിഭവങ്ങൾ നമ്മളിവിടെ തയ്യാറാക്കുന്നുണ്ട്? 52 ഐറ്റം ഉണ്ട്. അതിപ്പോൾ നമുക്ക് വേണ്ടി പ്രത്യേകം സംസാരം ടി വിക്ക് വേണ്ടിയിട്ട് ഇന്ന് എന്താണ് തയ്യാറാക്കുന്നത്? അപ്പം നാടൻ കുഴലപ്പാണ് നമുക്ക് വേണ്ടി ഇന്ന് തയ്യാറാക്കുന്നത് ഇളവരശി മേഡം. അപ്പോൾ പ്രത്യേകം നമസ്കാരം, സംസാരം ടി വിയിലേക്ക് പ്രത്യേകം സ്വാഗതം. വളരെ ഫേമസ് ആണ്. കേരളത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഈ രുചി അന്വേഷിച്ച് നടക്കാറുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളിവിടെ എത്തിയല്ലോ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ നാടൻ കുഴലപ്പം ഒന്ന് ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു കൊടുക്കാം. കുഴലപ്പം പല വിധം ഉണ്ടല്ലോ. ഇപ്പോൾ ചേച്ചി ഉണ്ടാക്കുന്ന കുഴലപ്പത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് എങ്ങനെ ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ്? ഇതിപ്പോൾ നമ്മൾ നാടൻ രീതിയിൽ പഴമക്കാരുണ്ടാക്കുന്ന ഒരു ക്രിസ്ത്യൻ വിഭവമാണ് മെയിനായിട്ട്. ഇത് തൃശ്ശൂരിൻ്റെ തന്നെ ട്രഡീഷണൽ പ്രൊഡക്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഐറ്റം നമ്മൾ കൈകൊണ്ട് പഴയ രുചി വിടാതെ അതേപോലെ തന്നെ കൈകൊണ്ട് വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന ഐറ്റമാണ് ഇത്. കഴിക്കുന്നത് ഈ ഐറ്റം കഴിച്ചവർ ഇത് തന്നെ വാങ്ങാനായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നതാണ്. ഇതിൽ നമ്മൾ വറുത്ത അരിപ്പൊടി, അതുപോലെ ചുവന്നുള്ളി, വെളുത്തുള്ളി, എള്ള്, ജീരകം, ഉപ്പ്, നാളികേരം, തിളച്ച വെള്ളം, അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയാനായിട്ട്. അല്ല, തിളച്ച വെള്ളം അങ്ങനെ തന്നെ കൈ കൊണ്ട് ഒഴിച്ച് കുഴച്ച് അതങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക. കുഴയ്ക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അരിപ്പൊടി ഇട്ട്, ഇത് നല്ല വറുത്ത അരിപ്പൊടിയാണ്. ഇതിൻ്റെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കിസാൻ പച്ചരി എന്ന് പറഞ്ഞ ഐറ്റമാണ്. ഏറ്റവും നല്ല ക്വാളിറ്റി ഐറ്റമാണ് ഇത്. 5 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് നമ്മളത് കഴിഞ്ഞ് പൊടിപ്പിച്ച് വറുക്കണ ഐറ്റമാണ്. ആ വറുത്ത പൊടിയാണ് ഞാൻ ആദ്യമായിട്ട് ഇടുന്നത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ നാളികേരം 1 കിലോ അരി എടുക്കുകയാണെങ്കിൽ നമുക്ക് 1.5 നാളികേരമാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പം നമ്മൾ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇതേ 1.5 നാളികേരത്തിൻ്റെ നാളികേരം ചിരകിയതിടുന്നു. ഇനി അടുത്തിടാൻ പോണത് എള്ളാണ്, കറുത്ത എള്ള്. അത് നമ്മളിങ്ങനെ ഒരു കൈപ്പിടി ഇടാന്നുള്ളതാണ് അതിൽ. ഇത്ര മതി. ഇനി നമ്മൾ ഇടാൻ പോണത് ജീരകമാണ്, നല്ല ജീരകം. അത് നമ്മൾ ഈ അളവിൽ ഇട്ടാൽ മതി, ഒരു 2 സ്പൂൺ കണക്കിലിട്ടാൽ മതി. ഇത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി മിക്സിയിൽ അരച്ചതാണ്. ഇത് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. അതായത് 1 കിലോന് ഒരു 100 ഗ്രാമോളം ചുവന്നുള്ളിയും ഒരു 25 ഗ്രാം വെളുത്തുള്ളിയും ഇട്ടാൽ മതി. ഇനി കുറച്ച് ഉപ്പിടണം അതിലേക്ക്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ് കുറച്ച്. ഇല്ല, അതിങ്ങനെ ഇതാണ് അതിൻ്റെ അളവ്. എന്നുവെച്ചാൽ ഇതിന് മേലെ കൊഴുകൊഴുന്ന് തന്നെ ഇരിക്കാനും പാടില്ല. ഈ അളവിലിരിക്കും. അത് പരത്താൻ തുടങ്ങുന്നേക്കാളും മുമ്പ് നമ്മളിവിടെ നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ്. അത് ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെക്കണം. നമ്മൾ പരത്തുന്നതിന് മുമ്പ് പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലൊരു കഷ്ണം ഷീറ്റ് വെട്ടിയെടുക്കണം. ആ വെട്ടിയെടുത്തിട്ട് അത് നമ്മൾ എത്ര കുഴലപ്പത്തിൻ്റെ വലിപ്പമുണ്ടോ ആ വലിപ്പത്തിൽ, ഞങ്ങൾക്ക് ഇത്ര വലിപ്പം ആവശ്യമായതുകൊണ്ട് ഈ വലിപ്പത്തിൽ വെട്ടിയിട്ടുണ്ട്. അതുപോലെ ഇത് വെട്ടിയതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ കൈ കൊണ്ട് തൊട്ട് ഇതുമ്മ ഇങ്ങനെ തടവും. അപ്പോൾ ഇതുമ്മ ആ മാവ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്യണത്. ഇനി ഈ കുഴലുമ്മയും തടവും. അപ്പോൾ നമ്മൾ പാകത്തിനുള്ള മാവ് എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടി ഈ ഇത്രയും വലിപ്പമുള്ള ഒരു പൈപ്പ് എടുത്തിട്ട് അതിനങ്ങനെ പരത്തി കൊടുക്കണം. ഇത് കുഴലപ്പത്തിൻ്റെ രീതിയിൽ ഇങ്ങനെ മുകളിലേക്കും താഴത്തേക്കും പരത്തി ഇങ്ങനെ കൊണ്ടുവരാം. പരത്തിയതിന് ശേഷം നമ്മളതിൻ്റെ വലിപ്പത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന ഇതുപോലെ സ്റ്റീലിൻ്റെ പൈപ്പുണ്ട്. ആ പൈപ്പ് അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് അതിനങ്ങനെ ആദ്യം ഒന്ന് അമർത്തി കൊടുത്ത് രണ്ടാമത് അതിനങ്ങനെ ഉരുട്ടി ആ ഭാഗത്തേക്ക് വെച്ചതിന് ശേഷം ആ കവറടക്കം അതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കുക.
അത് കഴിഞ്ഞിട്ട് നമ്മളത് പുറത്തേക്ക് എടുത്തിട്ട് ആ ഒട്ടാത്ത ഭാഗം മാത്രമായിട്ട് നമ്മളൊന്നും കൂടി ഒട്ടിച്ച് കൊടുക്കുക. എത്ര കാലമായി ചേച്ചി ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്? എത്ര വർഷമായി ഇങ്ങനെ ഹോട്ട് ചിപ്സ് തുടങ്ങിയിട്ട്? 23 വർഷമായി നമ്മൾ ചെയ്തത്. എത്ര വെറൈറ്റി ചെയ്യാറുണ്ട്? നമ്മളിങ്ങനെ 2-3 വെറൈറ്റികൾ ആരംഭിച്ച് പിന്നെ അങ്ങനെ കൂടിയിട്ട് തന്നെയാണ് 52ലേക്ക് എത്തിയത്. ഇപ്പോഴും 52 വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ 52 പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതിന്റെ വെറൈറ്റീസ് കൂട്ടുകയാണെങ്കിൽ 100 ചില്ലാനം വെറൈറ്റികളായി. ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട് വരുന്നില്ല, പക്ഷെ ഇങ്ങനെ കാണാനും ഇതിനെ കുറിച്ച് ഇപ്പൊ 45 പേരുണ്ട്. ഇതിന്റെ വിൽപ്പനയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ? നമ്മൾ നമ്മുടെ ഷോപ്പിലൂടെ തന്നെയാണ് വിറ്റ് വരുന്നത്. നമുക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ടും പുത്തമ്പള്ളിയുടെ ബാക്കിൽ 2 ഷോപ്പ്, അതുപോലെ കുറുക്കഞ്ചേരി ചിയാരമഴയിലൊരു ഷോപ്പ്, അങ്ങനെ 4 ഷോപ്പാണ്. ഇപ്പൊ എവിടേക്കോ സംരംഭക ഇതിലൊക്കെ കേട്ടു, ഇടയ്ക്ക് എന്തൊക്കെയോ പരാജയപ്പെട്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് വിജയിച്ചു, ഇപ്പൊ സക്സസ് ആയി നിൽക്കുകയാണ്. ഇടയ്ക്ക് പരാജയ കാരണമൊക്കെ എന്തായിരുന്നു? ഇപ്പൊ ഞാൻ പാരമ്പര്യമായിട്ട് ഈ ബിസിനസ്സാണ് എൻ്റെ അച്ഛനൊക്കെ ആയിട്ട്. അപ്പം അച്ഛൻ അങ്ങനെ നടന്ന് വിട്ടിട്ടൊക്കെയാണ് കച്ചവടമൊക്കെ ഉണ്ടായത്. അതിനുശേഷം ഞാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് 98 കാലങ്ങളിലാണ്. കല്യാണം കഴിഞ്ഞ വെച്ചാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 2005 ആകുമ്പോഴേക്കും ഇപ്പം ഞാൻ നിൽക്കുന്ന വീടൊക്കെ വാങ്ങി, ഒരു കാറ് വാങ്ങി, അങ്ങനെ ഒരു നല്ല സ്റ്റേജിലേക്ക് എത്തി. ഒരു 2010 നല്ല വേറെയും സ്ഥലങ്ങളൊക്കെ വാങ്ങി, അങ്ങനെ ഒരു ഇതിലേക്കായി. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തന്നെയാണ്, വേറെ ഒരു വരുമാനവും ഞങ്ങൾക്കില്ല, ഇതുകൊണ്ട് തന്നെയാണ്. അതുപോലെ അത് ചെറിയ രീതിയിൽ തുടങ്ങി, പാക്ക് ചെയ്ത് കൊടുത്ത്, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക ഉണ്ടാക്കി ലൈവായിട്ട് കടകളിൽ കൊണ്ടുപോയി ചെയ്ത് കൊടുത്തു. പിന്നെ പാക്ക് ചെയ്ത് മറ്റേ സിറ്റി സെൻറ്റർ, ബിഗ് ബസാർ, അങ്ങനെയുള്ള പല പല ഷോപ്പുകൾ, അതുപോലെ മാർജിൻ ഫ്രീകൾ, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ മാർജിൻ ഫ്രീകളിലും ഞാൻ സപ്ലൈ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കടകളിലേക്ക് സപ്ലൈ ചെയ്തതിന് ശേഷം 2010 ആകുമ്പോഴേക്കും നല്ലൊരു സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഈ അങ്ങനെ ബിഗ് ബസാറൊക്കെ കാണുമ്പോൾ നല്ലൊരു കട സൂപ്പർ മാർക്കറ്റ് റേഞ്ചിൽ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഒരു 2010 സ്റ്റാർട്ടിങ് ജനുവരിയിൽ തന്നെ ഞാൻ കട തുടങ്ങിയത്. അങ്ങനെ ഒരു നല്ല സെയിലുള്ള കടയാണ്. അതുപോലെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന ലൈവ് ഷോ പല മേളയ്ക്കും കണ്ടിട്ടുണ്ട്. പലഹാരം ഉണ്ടായി. അല്ല, നമ്മുടെ ഷോപ്പിൽ തന്നെ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ലൈവായിട്ട് കേക്ക് കിട്ടും, ലൈവ് ഉഴുന്നുവട ഇതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കാണുന്ന രീതിയിലൊക്കെ വെച്ച് ചമ്മന്തിയൊക്കെ ആയിട്ട് കൊടുക്കും. പിന്നെ നമ്മളെ 1 ഗ്രാമിൻ്റെ ഗോൾഡ് തൊട്ട് ഇനി ഇവിടെ കിട്ടാവുന്ന എല്ലാ തരം പ്രൊഡക്റ്റുള്ള ഒരു വമ്പൻ സൂപ്പർ മാർക്കറ്റ് തന്നെയായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 10 ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും 11 ആകുമ്പോഴേക്കും ഒരു 8 കളവ് കേസുകൾ, അതായത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മേടിച്ച കാറ്, അതുപോലെ 83 പവൻ സ്വർണം, അങ്ങനെ സൂപ്പർ മാർക്കറ്റ് കളവ്, അങ്ങനെ എല്ലാം ആയിട്ട് ഒരു 83 ലക്ഷം രൂപ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കളവ് പോയി മൊത്തത്തിൽ. അങ്ങനെ ഓരോ കളവ് നടക്കുമ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവുകയും എന്താ പറയുക അസുഖങ്ങൾ വരികയും അങ്ങനെ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാണ്ടൊക്കെ വന്നു. അങ്ങനെയാണ് പരാജയപ്പെട്ടത്. ഒരു 55 സ്റ്റാഫ് സൂപ്പർ മാർക്കറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോഴും ഇവിടെ നമ്മൾ സാധാരണ ഈ മറ്റുള്ള കടകളിലേക്ക് കൊടുക്കുന്നതും കൊടുത്തുകൊണ്ടിരുന്നു. അതാണ്, അതുകൊണ്ടാണ് അത് പ്രഷർ ഡൗൺ ആവുമ്പോൾ ഷുഗറും ഡൗൺ ആണ്. അങ്ങനെ ഏറ്റു നിൽക്കണമെങ്കിൽ ആരുടെയെങ്കിലും പരസഹായം വേണം. ബാത്റൂമിൽ പോകണമെങ്കിലോ അങ്ങനെ എല്ലാത്തിനും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറി. ഒരു 6 മാസത്തോളം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴേക്കും ബിസിനസ്സൊക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി. എന്താ പറയുക ഷോപ്പുകളിൽ മറ്റെന്താ പറയുക കൊണ്ടുകൊടുക്കൽ നിന്നു. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ ബിസിനസ്സിൽ ശരിക്കും 0 ബാലൻസ് ആയി. പിന്നെ ഒന്നിൽ നിന്ന് തുടങ്ങണം എപ്പോഴാണ് നമുക്കൊരു താല്പര്യം വന്നത്? എപ്പോഴാണ്? അല്ല, ഞാൻ എൻ്റെ മനസ്സിൽ നല്ല സെയിലുള്ള സൂപ്പർ മാർക്കറ്റാണ്, എന്തായാലും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും സ്ട്രഗിൾ ചെയ്ത് അതിനെ പിടിക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു. ആ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഓടികൂടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം മേടിക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും എനിക്ക് അത് എന്തായാലും കൊണ്ടുവരാൻ പറ്റും, എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഒറ്റ മൈൻഡ് സെറ്റായിരുന്നു. പക്ഷേ ഞാൻ അറിഞ്ഞിരുന്നില്ല എൻ്റെ കടത്തിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പലിശ, അതിൻ്റെ മേലെ പലിശ, അങ്ങനെയൊക്കെ ആയിട്ട് അത് ശരിക്ക് 2012 മാർച്ച് 3 ആ ഷോപ്പ് പൂട്ടേണ്ടതായിട്ട് വന്നു. അതിനുശേഷം വരുമ്പോഴേക്കും എൻ്റെ ഈ ഷോപ്പുകളിൽ റെഗുലറായിട്ട് സപ്ലൈ ഇല്ലാത്ത കാരണം എനിക്ക് ഒരു സ്ഥലത്തേക്കും ഓർഡറില്ല, എല്ലാം ഡൗൺ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാം ഷോപ്പ് അടയ്ക്കണ വരെ എങ്ങനെയാണ് അടയ്ക്കുക എന്നുള്ളൊരു ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അടച്ചതിന് ശേഷം ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആൾക്കാർ വന്ന് ചോദിക്കലും പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ അറിയാണ്ട് തന്നെ ഞാൻ എന്തായാലും വാങ്ങിയ പൈസ അടയ്ക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല, 4 ആൾ കാണുന്ന ഒരു സ്ഥലത്ത് മാത്രമേ ഞാൻ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ആഗ്രഹമാണ്. അങ്ങനെ വിചാരിച്ചിട്ട് ഇവിടുന്ന് മണ്ണുത്തി ബൈപ്പാസിൽ പോയിട്ട് ഞാൻ ഒരു തട്ടുകടയാണ് പിന്നെ തുടങ്ങണത്.
അങ്ങനെ തുടങ്ങി. പിന്നെ ഒരു മാസം കഴിയുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഷോപ്പ് കിട്ടി. അത് ഇങ്ങനെ ഗ്രാജുവലായിട്ട് കൂട്ടി കൊണ്ടുവന്നു. അങ്ങനെ 2017 ആകുമ്പോഴേക്കും 2015 ആകുമ്പോഴേക്കും നമ്മളുടെ ഈ എല്ലാ ഓടികളെല്ലാം കൂടി കോടികളും അതിന് മേലെയൊക്കെ കടങ്ങളായി. അത് ഇങ്ങനെ എല്ലാ കോടതികളിലും കേസും കൂട്ടൊക്കെ ആണെങ്കിലും ഈ കിട്ടുന്ന പൈസയിൽ ഈ കേസുകളൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 15 ആകുമ്പോഴേക്കും ജപ്തിയായി. ഈ വീട് ജപ്തി ചെയ്തിട്ടുള്ള വീടാണ്. ജനുവരി 15 ഇത് ഇറങ്ങിയ വീടാണ്. ജനുവരി 15 ലാസ്റ്റ് ടൈമിൽ ഞങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടി. അത് രക്ഷപ്പെടുകയൊക്കെ ചെയ്തു, തിരിച്ചു പിടിക്കും. അതിനുശേഷം നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ സ്ഥലങ്ങളൊക്കെ, ഈ സ്ഥലം വേറൊരു വീടും എല്ലാതും ഒരെണ്ണം പോലും ലാപ്സ് ആയിട്ടില്ല. എല്ലാതും ടേൺ ഓവർ അത്യാവശ്യം ഉണ്ട്. അത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഇത്രയും വലിയ ഒരു കൊറോണ നടന്നിട്ട് പോലും നമ്മളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. 100%. എണ്ണ നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട്. ഒന്നും കൂടി നമ്മൾ മൂത്തൊന്ന് നോക്കാം വേണ്ടിച്ചാൽ. ആ ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇടാം. ഇങ്ങനെ എണ്ണയിലേക്ക് താഴ്ത്തി ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ തുടങ്ങണത് ഇപ്പോൾ രണ്ടാമത് തുടങ്ങുമ്പോഴും നമ്മൾ ആദ്യം 2000 തുടങ്ങുമ്പോഴും ഈ പറഞ്ഞ പോലെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് PMRY ലോൺ എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ നമ്മൾ 2015 ശേഷം 2017 നമ്മളൊരു കടയിടുമ്പോൾ ലോൺ എടുത്തിട്ടാണ് നമ്മൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എന്താ പറയുക, നമുക്കിപ്പോൾ ഈ അവാർഡുകളൊക്കെ കിട്ടാനും DICയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ഇപ്പോൾ ഒരു 60 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതിൽ കേരളത്തിലെ ഏറ്റവും നല്ല സംരംഭകയ്ക്കുള്ള അവാർഡ്, ഇന്ത്യയിലെ ഏറ്റവും നല്ല എൻ്റർപ്രണർക്കുള്ള അവാർഡ്, അമേരിക്കയിൽ നിന്ന് വാഷിങ്ടൺ DC വെച്ചിട്ട് ഒരു ഡോക്ടറേറ്റ്, അങ്ങനെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഈ മൂപ്പിൻ്റെ അളവ് എത്തുമ്പോൾ നമ്മൾ ഈ കോല് ഇതുപോലെ ഊരിയെടുക്കണം. അതായത് വേറൊരു തുണി പിടിച്ചിട്ട് അപ്പുറത്തുനിന്ന് ഒരു വടി കൊണ്ട് പതുക്കെ അതുമ്പോൾ ഇങ്ങനെ തട്ടി ഇങ്ങനെ കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കുക. അപ്പോഴാണ് ഉള്ളിലുള്ള പോളകളൊക്കെ നന്നായി മൊരിഞ്ഞ് നല്ല ക്രിസ്പായിട്ട് കിട്ടുള്ളൂ. തീ കൂട്ടി വയ്ക്കാം. ഈ കോല് ഉരി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പിന്നെയും അത് ചൂട് കയറ്റുക. അപ്പോഴാണ് അതിൻ്റെ എല്ലാ ഭാഗത്തുള്ള പോളയും ഒരേപോലെ വരുള്ളൂ. ഒരു ട്രിപ്പിൽ നമുക്ക് എത്ര വരെ ഉണ്ടാക്കാൻ പറ്റും? ഒരു 12 എണ്ണം 13 എണ്ണം ഉണ്ടാക്കാം. പ്രതിദിനം നമ്മളിപ്പോൾ ഇങ്ങനെ പ്രൊഡക്ഷൻ എങ്ങനെയുണ്ട്? ഇതിപ്പം ഈ നാടൻ കുഴലപ്പം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര വരെയൊക്കെ നമ്മളുണ്ടാക്കും? നമ്മൾ ഇപ്പോൾ ശരിക്കും ഒരു 25 കിലോ പൊടിക്ക് ഈ 2 ചേച്ചിമാരുണ്ടാക്കും. അങ്ങനെ പിന്നെ ഇതിൻ്റെ കീഴിൽ വേറെ ഒരാളും കൂടി ഉണ്ട്. അതുപോലെ 2 സ്ഥലത്തും ഉണ്ടാക്കും. 50 കിലോ പൊടിക്കുണ്ടാകും. 60 പേർക്ക് നമ്മൾ തൊഴിൽ നൽകുന്നുണ്ട്. 45 പേര്. 45 പേര്. പിന്നെ അത് പ്രത്യക്ഷമായിട്ട്, അതെ, പരോക്ഷമായിട്ട് ഇതിന്റെ സെയിലൊക്കെ വേറെ ആൾക്കാർ എടുത്തിട്ട് അങ്ങനെ എത്ര പേര്? അങ്ങനെ നമ്മൾ നമ്മുടെ ഷോപ്പിലൂടെ മാത്രമേ വിൽക്കണുള്ളൂ. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഇവിടുന്ന് പുറത്തേക്കാണ് അയച്ചു കൊടുക്കുന്നത്. അത് ഇവിടുന്ന് ഖത്തർ, ന്യൂസിലാൻഡിലൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഓൾറെഡി നമ്മൾ ഇന്ത്യക്ക് പുറത്ത് ഇപ്പോൾ എന്താ പറയുക, ഇന്ത്യക്ക് പുറത്തെന്ന് പറയാൻ പറ്റില്ല, ഗുജറാത്ത്, ബോംബെ ഒക്കെ പോകുന്നുണ്ട്. അത് ഡബിൾ ബോക്സിലൊക്കെ ആക്കിയിട്ട് കൊടുക്കും. അവർ മിക്കവരും ഒന്നും ചെയ്യാറില്ല ശരിക്കും. ഇല്ല. ഇത് തന്നെയാണ് നമ്മുടെ മെയിനായിട്ട്. ഇതിന് ആൾക്കാർ എപ്പോഴും ഉണ്ട്. ഇപ്പം മറ്റുള്ള കടകളിലാവുമ്പോൾ 25 കിലോ പൊടിക്ക് ആവില്ല അവരുണ്ടാക്കുക, കുറേ കൂടുതലായിരിക്കും. അത് മാനുവലി എല്ലാം ഉണ്ടാക്കുക, മെഷീനായിരിക്കും ഫുള്ള്. ഒരു മെഷീൻ വെച്ച് അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ കുഴലുകൾ ഇങ്ങനെ തന്നെ വീഴുന്ന മോഡൽ. പക്ഷെ അതിന് ഇത്ര ക്രിസ്പോ ഇത്ര ടേസ്റ്റോ കിട്ടില്ല. അതുപോലെയല്ല നമ്മുടെ കയ്യിൽ ഉണ്ടാക്കുമ്പോൾ ഇതിനുള്ള ടേസ്റ്റിന് വേറെ ഉണ്ട്. അത് കാരണം എപ്പോഴും നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ തീരും. കസ്റ്റമേഴ്സ് ഉണ്ട് ഇതിന്. ഫ്രഷായിട്ട് തന്നെയാണ് നമ്മളുടെ ഈ കുഴലപ്പം നമുക്കൊരു 1.5 മാസത്തിന് മേലെ ഇരിക്കില്ല. ആട്ടിയ വെളിച്ചെണ്ണയാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ തീരും. ഇപ്പം നമ്മളത് ഇതിന് കൊടുത്തിട്ടുണ്ട്, റിസർച്ചിന് കൊടുത്തിട്ടുണ്ട്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സുധീർ എന്ന് പറഞ്ഞ ഒരു സാറിൻ്റെ കയ്യിൽ ഇത് ഏൽപ്പിച്ചിട്ടുണ്ട്.
റിസർച്ചിന് എങ്ങനെയാണ് ഇതിനെ നിർത്താൻ പറ്റാന്നുള്ളത്. ഇപ്പൊ ട്രഡീഷണൽ മാത്രമാണ്. ഇപ്പൊ നമ്മൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഏകദേശം മൂപ്പാവാറായിട്ടുണ്ട്. ഇതിപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ എല്ലാം ചൂടാറി തണുത്ത് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. ഇതിന് നമ്മൾക്ക് ഇത് പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക. അതെ അതെ. ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഇങ്ങനെ ബ്രാൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അശ്വതി ഹോട്ട് ചിപ്സ് എന്നുള്ള പേരിൽ. ഇതിൻ്റെ സൈഡിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇളവരശി ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് കൊടുക്കുന്നുണ്ട്. ആൾക്കാരാണോ വാങ്ങുന്നത്? അത് നേരത്തെ ഓർഡർ ചെയ്ത് മേടിക്കണം. എങ്ങനെയാണ് ഇത്? തൃശ്ശൂരിൻ്റെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്ന പോലെ ക്രിസ്ത്യൻസിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് എന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള എല്ലാ പള്ളിപ്പെരുന്നാളുകൾക്കും അച്ചപ്പം കുഴലപ്പം ഇല്ലാത്തൊരു പള്ളിപ്പെരുന്നാൾ ഉണ്ടാവില്ല. അതുപോലെ ഒരു പ്രസവമായാലും വീട് കാണലായാലും കല്യാണം കഴിഞ്ഞ് പോകലായാലും എല്ലാത്തിനും ഈ അച്ചപ്പവും കുഴലപ്പവും ഷോറാണ്. അതിൽ ഞങ്ങളുടെ ഈ കുഴലപ്പത്തിന് പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. ആൾക്കാർക്ക് അത് ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പോയിട്ട് പറഞ്ഞിട്ടാണ് മറ്റുള്ള ഓർഡറുകൾ ഇങ്ങനെ വരുന്നത്. ഞങ്ങളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് മൗത്ത് പബ്ലിസിറ്റിയാണ്. അവരുടെ ഒരു പ്രത്യേക ഒരു കഴിവ് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ കച്ചവടം ഇത്രയും കൂടി വരുന്നത്. ഇപ്പം നല്ല വലിപ്പമുണ്ട്. ഒരാൾക്ക് ഒരു ചായൻ്റെ കൂടെ പ്രത്യേകം വേറൊരു സ്നാക്സ് ഒന്നും വേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പ്രത്യേക ഒരു രുചിക്കൂട്ട് തന്നെയാണ്. കറുമുറു കടികളെല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല വെറൈറ്റി നാടൻ കുഴലപ്പം. അപ്പം നമ്മുടെ ഇളവരശി ചേച്ചി ഉണ്ടാക്കിയ കുഴലപ്പമാണിത്. വളരെ ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല പോള വന്നിട്ടുണ്ട്. അത് ആ നാടൻ അതിൻ്റെ തനതായ രീതിയിൽ ഉണ്ടാക്കിയതുകൊണ്ടാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ ഒരു പ്രത്യേക കൈപുണ്യം. അങ്ങനെ ആ കൈപുണ്യം കൊണ്ട് ഡോക്ടറേറ്റ് നേടി, ഭക്ഷണം ഉണ്ടാക്കി ഡോക്ടറേറ്റ് നേടിയ ലോകത്തിലെ തന്നെ അപൂർവ ആളുകളിൽ ഒന്നായിരിക്കും ഒരുപക്ഷെ. അപ്പോൾ ഇനിയും അംഗീകാരങ്ങൾ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം നമുക്ക് സംസാരം ടി വിക്ക് വേണ്ടി ഇനിയും കുറേ ഭക്ഷ്യവിഭവങ്ങൾ കൂടി ഉണ്ടാക്കണം. അത് നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. എന്തായാലും ധാരാളം 52-ലധികം ഇപ്പോൾ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു, അതിലധികം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഐറ്റം കൂടി സംസാരം ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇളവരശി മേഡം ഉണ്ടാക്കി തരും. അത് നമുക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. എന്തായാലും ഇത്തരം ഒരു അനുഭവം നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്തതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. എല്ലാവിധ വിജയാശംസകളും.